ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ ക്രിസ്മസ് ട്രീ കാണിച്ച് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ഞാനായിരിക്കുമല്ലേ. ബട്ട് ഇതെൻ്റെ ന്യൂ ഇയർ വീഡിയോ ആണ് കേട്ടോ. അനിയുടെ വീട്ടിലോട്ട് വരുമ്പോൾ ഇത്രയും അധികം ഹാപ്പി ആയിരിക്കുമെന്നോ എൻജോയ് ചെയ്യുമെന്നോ ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ബട്ട് ഐ എം സോ ഹാപ്പി. ഒരുപാട് പുതിയ കാര്യങ്ങൾ കണ്ടു, കഴിച്ചു, എൻജോയ് ചെയ്തു. ഇത് കണ്ടോ, ഇത് അർമേനിയയുടെ ട്രഡീഷണൽ ഫുഡാണ്. ഇത് ആക്ച്വലി ബീഫും നമ്മുടെ ചോറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് സ്പൈസസും. ആ ഇല മുന്തിരി ഇലയാണ്. സമ്മർ ടൈമിൽ ഈ ഇല കളക്ട് ചെയ്തിട്ട് ഇവരിത് സോൾട്ട് വാട്ടറിൽ ഇട്ട് വെച്ചേക്കും. എന്നിട്ടത് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എടുത്ത് ഇങ്ങനത്തെ ട്രഡീഷണൽ ഫുഡ് ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ സാധനം സ്റ്റീമിൽ വെച്ച് വേവിച്ചിട്ടാണ് എടുക്കുന്നത്. സോ നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. ഞാൻ നന്നായിട്ടിത് കഴിച്ചായിരുന്നു കേട്ടോ. ഇത് ഞാൻ കഴിച്ചത് ആക്ച്വലി ടൊമാറ്റോ സോസ് വെച്ചിട്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കാൻ ഒരു കോംബോ ആയിട്ട് ഫീൽ ചെയ്തു. സോ ഞാൻ അങ്ങനെ ഇത് കഴിച്ചു. അവർ പക്ഷേ ലവാഷിൻ്റെ കൂടെയും വെറുതെ ആയിട്ടും ചീസ് ആഡ് ചെയ്തൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. സോ അതിനുശേഷം ഞങ്ങൾ ന്യൂ ഇയർ ടേബിൾ റെഡിയാക്കുമായിരുന്നു. ആക്ച്വലി നമ്മുടെ നാട്ടിൽ നിന്ന് ന്യൂ ഇയർ ടേബിൾ ഇല്ലല്ലോ, ക്രിസ്മസ് ടേബിൾ ആണല്ലോ. ബട്ട് ഇവിടെ ന്യൂ ഇയറിനാണ് ഒരുപാട് ഇമ്പോർട്ടൻസ്. സോ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ചോക്ലേറ്റ്സ്, കേക്ക്, പിന്നെ അർമേനിയയുടെ മെയിൻ ഡിഷായിട്ടുള്ള ലവാഷ് ഇല്ലാത്ത ടേബിളില്ല കേട്ടോ. സോ ലവാഷ്, കുറേ അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ചീസ്, സോൾട്ടി ആയിട്ടുള്ള കുറേ ചില്ലി, കുക്കുംബർ, വെണ്ടയ്ക്ക, പിന്നെ കുറേ ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് ബോട്ടിൽസ്, പിന്നെ ലീഫി വെജിറ്റബിൾസ്. ഇതിലെനിക്ക് ആകെ അറിയുന്നത് നമ്മുടെ മല്ലിയിലയും പിന്നെ ലെറ്റ്യൂസും. പക്ഷേ എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു. ജസ്റ്റ് നമ്മളെല്ലാ രുചികളും ഒന്ന് നോക്കണമെന്നാണല്ലോ. സോ ഞാൻ ടേസ്റ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ കൂടെ പോർക്കും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പോർക്ക് ഇതുവരെയും ടേസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കഴിക്കാനും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. സോ ഐ ഡിഡ്ന്റ് ടേസ്റ്റ്. പിന്നെ ഈ പൊട്ടിക്കുന്ന സാധനവും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അർമേനിയയിൽ നമ്മൾ ഡ്രിങ്ക് ചെയ്യാത്തവരും ആ ടേബിളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ അവരൊഴിക്കുന്നത് പോലെ നമ്മളും ഒഴിച്ചിട്ട് ഇവർക്ക് കൺട്രിയോടുള്ള ഒരു സ്നേഹം പറയുന്നത് ഈ ഡ്രിങ്ക് കുടിച്ചിട്ടാണ്. അല്ലെങ്കിൽ അതിങ്ങനെ ക്ലാസ്സുകൾ തമ്മിൽ പരസ്പരം കൂട്ടി മുട്ടിച്ചിട്ടാണ് എന്തൊക്കെയോ പറയാറുണ്ട്. അർമേനിയൻ ലാംഗ്വേജിലായതുകൊണ്ട് എനിക്കത് മനസ്സിലായിട്ടില്ല. പക്ഷേ അത് റിലേറ്റഡ് ടു കൺട്രിക്ക് നന്ദി, അല്ലെങ്കിൽ നമ്മളെ ഇത്രത്തോളം കെയർ ചെയ്യുന്നതിന്, ഇത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് രാജ്യത്തിനോടുള്ളൊരു നന്ദി എന്നുള്ള വേർഡ്സ് എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഞങ്ങൾ ലാസ്റ്റ് കുറേ പടക്കങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള പാതിരിയുള്ള പടക്കമല്ല കേട്ടോ, ഇതൊരു വലിയ ഒരു സാധനമായിരുന്നു. അതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരി കൊളുത്തുമ്പോഴത്തേക്കും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, ഇത്രയും അധികം ഞാൻ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണോ കഴിച്ചതുകൊണ്ടാണോ എന്നറിയത്തില്ല, നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും എൻ്റെ വയറ് ചെറുതായിട്ടൊന്ന് അപ്സെറ്റായി. ബട്ട് ഓക്കെ, എനിക്ക് അനിയൻ്റെ അമ്മ ഒരുപാട് കെയർ തന്നു. പിന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു ലെമൺ ടീ ഉണ്ടാക്കി തന്നു. അങ്ങനെ എന്നെ ഒരുപാട് കുറച്ചധികം കെയർ ചെയ്തായിരുന്നു ആ സമയത്ത്. സോ ഞാനതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് എടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും അനിയൻ്റെ വില്ലേജ് കാണാനായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയായിരുന്നു. ഈ കാണുന്ന മഞ്ഞെല്ലാം ആക്ച്വലി സമ്മർ ആവുമ്പോൾ ഹരിതാപമായിട്ടുള്ള ഒരവസ്ഥയിലോട്ടാണ് പോകാറ്. ബിക്കോസ് ഈ കാണുന്ന ഭാഗമെല്ലാം കൃഷിയിടങ്ങളാണ്. പക്ഷേ ഇപ്പോൾ മഞ്ഞ് വീണിട്ട് അത് മൂടിക്കിടക്കുന്നതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമ്മറിൽ വരണമെന്ന് എനിക്ക് ക്ഷണമുണ്ട് കേട്ടോ. ഈ വീടുകളൊക്കെ വളരെ ഡിഫറെൻ്റാണ്. നമ്മുടെ എറവാൻ സിറ്റിയിലുള്ള വീടുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ വീട്ടിനകത്തേക്ക് കയറിയായിരുന്നു. അപ്പോഴാണ് അലക്സും മരിയും കുറച്ച് കാർഡുകളുമായിട്ട് എൻ്റെ അടുത്ത് കളിക്കാനായിട്ട് വന്നത്. പിന്നെ ഞാൻ അവരോടൊപ്പം ചേർന്ന് ആ കാർഡൊക്കെ കളിച്ചായിരുന്നു. സത്യത്തിൽ ഇടയ്ക്കൊക്കെ നമ്മുടെ പ്രായത്തിനേക്കാൾ ചെറിയ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കണ്ടോ, ഇതെനിക്ക് അവർ തന്ന ഗിഫ്റ്റ് കേട്ടോ. സത്യത്തിൽ മറ്റേതെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാൾ ഇങ്ങനെ ഒരു പിക്ചർ കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ രാജ്യത്തിനോടുള്ള ഒരു അക്സെപ്റ്റൻസ് എനിക്കത് അവരിൽ നിന്ന് കിട്ടിയപ്പോൾ ഐ എം സോ ഹാപ്പി. പിന്നെ ഈ ഹാൻഡ് ഷേക്ക്,
ഞാൻ ആദ്യം മരിയെടുത്ത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഇത് മരിയ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഹാൻഡ് ചെയിനാണ്, അവളുടെ ഹാർട്ടാണിത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ ഞാൻ അനീൻ്റെ പപ്പയോടും മമ്മയോടും അലക്സിനോടും മരിയോടും ഒക്കെ ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. സോ എന്താ പറയുക, ഒരുപാട് സന്തോഷകരമായിട്ടുള്ള 2 ദിവസങ്ങൾ. 2026 ന്യൂ ഇയർ ഡേ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അർമേനിയൻ ലൈഫിലെ ആദ്യത്തെ ന്യൂ ഇയർ ആണ് എന്നതിനേക്കാൾ ഉപരി അതൊരു അർമേനിയൻ ഫാമിലിയോടൊപ്പം ഏറ്റവും ലവബിളായിട്ടുള്ള ഒരു സ്പേസിലായിരുന്നു ഞാൻ അത് സെലിബ്രേറ്റ് ചെയ്തതെന്ന് ഞാൻ എന്നും ഓർക്കും. എൻ്റെ ലൈഫിൽ എപ്പോഴും നല്ലൊരു പാർട്ടായിട്ട് ഇത് കീപ്പ് ചെയ്യുകയും ചെയ്യും. സോ താങ്ക് യു സോ മച്ച് അനി ആൻഡ് ഫാമിലി. ഓക്കെ, ബൈ ബൈ.